ഹായ് ഗായ്സ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തക്കുടൂസ് കുറച്ച് കാലമായി പറയണു ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സ്റ്റാറൊക്കെ വേണമെന്ന്. അതിപ്പോഴാണ് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ പറയുന്നുണ്ട് തോന്നുന്നു അവരുടെ വീട്ടിലൊക്കെ ക്രിസ്മസ് ട്രീ ഉണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ കേട്ടിട്ടാണ് തോന്നുന്നു അവൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വേണമെന്ന്. അപ്പോൾ ഞാൻ നാളെ വാങ്ങിക്കാൻ പറഞ്ഞ് നീട്ടി കൊണ്ടുപോയിട്ട് ഇന്നാണ് കേട്ടോ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു അവസരം കിട്ടിയത്. അങ്ങനെ അവന് വേണ്ടിയിട്ടുള്ള ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സ്റ്റാറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുന്നംകുളത്തേക്ക് വന്നേക്കാട്ടെ. ഇവിടെ ആകുമ്പോൾ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടും, റേറ്റ് കുറവായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടെ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ കുറേ കളക്ഷൻസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വില കുറവും ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാനും പറ്റും സാധനങ്ങൾ. കുറേ അധികമൊന്നും വാങ്ങണില്ല. ഒരു ക്രിസ്മസ് ട്രീയും ഒരു ക്രിസ്മസ് സ്റ്റാറും അങ്ങനെയൊക്കെ കുറച്ച് നോക്കിയിട്ട് വാങ്ങിക്കാൻ വെച്ച് പിന്നെ ഒരു മാല ബൾബും. അപ്പോൾ അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ടാട്ടോ. നമുക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവരെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. എനിക്കത് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഉമ്മാട് എന്ത് വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചാലും ഉമ്മ വാങ്ങിച്ചു തരും കേട്ടോ. എന്ത് വില ഉള്ള സാധനങ്ങളായാലും അന്ന് ഞങ്ങളുടെ വാശീൻ്റെ മുമ്പിൽ ഉമ്മ തോറ്റു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതാണ് ഓർമ്മ വരുന്നത്. ഇന്ന് മക്കൾ എന്നോട് വാശി പിടിക്കുമ്പോൾ എനിക്കത് ഓർമ്മ വരും. ഞങ്ങൾക്കവിടെ പറഞ്ഞു ഞാനും ചെറുപ്പത്തിൽ ഇതേപോലെ ഇരുന്ന് എനിക്കൊരു സാധനം വേണം പറഞ്ഞിട്ട് ഞാൻ വാശി പിടിച്ച് കഴിഞ്ഞ് ഉമ്മാനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചിരിക്കും. അങ്ങനെയായിരുന്നു ഞാനിപ്പോൾ. എനിക്ക് മക്കളായപ്പോൾ മക്കളുടെ വാശീൻ്റെ മുമ്പിൽ എനിക്ക് എൻ്റെ വാശിയൊന്നും ഒന്നുമല്ല തോന്നുന്നു. അക്കുടിനൊന്ന് കുറച്ച് നേരത്തെ തന്നെ സ്കൂളിൽ പോയിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പോവാനുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാനാണ് ഇതൊക്കെ വാങ്ങാനാന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹായ് ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങാലോ പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ റേറ്റിൻ്റെ ഒക്കെ ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു 100 രൂപേൻ്റെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വലിയ റേറ്റിൻ്റെ ഒന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഒന്നാമത്തത് ഇവർ നാശാക്കും വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞാൽ. പിന്നെ ഈ ഡിസംബർ മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ അടുത്ത കൊല്ലമാണ് യൂസ് ചെയ്യുള്ളൂ. അടുത്ത കൊല്ലം ചിലപ്പോൾ നമ്മളിത് നാശമായി കഴിഞ്ഞാൽ വേറെ വാങ്ങിക്കും. ഞങ്ങൾ ഇതുവരെയായിട്ട് അങ്ങനെ ക്രിസ്മസ് ട്രീ ഒന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. സ്റ്റാർ തൂക്കാറുണ്ട് ഇടയ്ക്ക്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ട്രീ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ചെറിയ റൈറ്റിൻ്റെ ട്രീ മതി എന്ന് വെച്ച്. പിന്നെ ഓരോ റൈറ്റിനനുസരിച്ചിട്ടാട്ടോ ഓരോ ട്രീ ഹൈറ്റിനനുസരിച്ചിട്ട് റൈറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും. പിന്നെ അതുപോലെ സ്റ്റാറുകളും വേറെ റൈറ്റ് കുറവിനുണ്ട് കേട്ടോ. 100 രൂപ 120 രൂപ അങ്ങനെയൊക്കെ തന്നെ പല റൈറ്റിൻ്റെ ഉണ്ട്. 150 രൂപ പിന്നെ 250 രൂപ. പിന്നെ അവിടെ നമ്മുടെ റൈറ്റ് മുകളിലേക്ക് കയറി വരും നല്ല ക്വാളിറ്റി ഉള്ളതിനനുസരിച്ച്. അപ്പം ഞങ്ങൾ റൈറ്റ് കുറവിൻ്റെ 120 രൂപേൻ്റെ അങ്ങോട്ട് എടുത്തേ തോന്നണം ഒരു സ്റ്റാർ. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ അവർ കത്തിച്ച് കാട്ടിത്തരും കേട്ടോ, വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരെണ്ണെടുത്തു. എന്നിട്ട് അവർ കത്തിച്ച് കാട്ടിത്തരുമൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് മാല ബൾബ് നോക്കണമായിരുന്നു. അപ്പോൾ അതും കത്തിച്ച് കാട്ടി തന്നു. മാല ബൾബ് അത്യാവശ്യം നല്ല നീളമുള്ളതാട്ടോ വാങ്ങിച്ചേക്കണം. കാരണം നമുക്ക് കുറേ റൗണ്ട് ചെയ്ത് കൊടുക്കുക എല്ലാ സ്ഥലത്തുനിന്ന് വെച്ചിട്ട്. അങ്ങനെ കുറച്ച് നീളമുള്ള നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാറും ക്രിസ്മസ് ട്രീ എടുത്തിട്ടുണ്ട്. ട്രീ 100 രൂപേൻ്റെ തന്നെ എടുത്തേട്ടാ. ചെറിയ ഹൈറ്റിൻ്റെ തന്നെ എടുത്ത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അതൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പിന്നെ ഇത് ഇവിടേക്കാണ് കേട്ടോ. അത് ഏതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കിളീനൊക്കെ വാങ്ങാറുള്ള സ്ഥിരം സ്ഥലമാണ് കുന്നംകുളത്തുള്ളത്. അപ്പോൾ മിക്ക വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടാവട്ടെ. ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് കിളീനെയും മീനിനെയും ഒക്കെ വാങ്ങുന്നത്. പിന്നെ ഗിനിപ്പന്നീനെ വാങ്ങിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടുന്നാട്ടോ വാങ്ങിച്ചത്. അന്ന് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നോട്ടെ. ആ പന്നികൾ ആരെങ്കിലും മുസ്ലിംസ് വളർത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഗിനിപ്പന്നി എന്ന് പറയുന്നത് പന്നിയല്ല, അതൊരു ചെറിയ നമ്മൾ ഈ മൊയിലും കുട്ടിയൊക്കെ ഇല്ലേ അതേപോലെ വളർത്തണ ഒരു ജീവിയാണ് കേട്ടോ. ഒരിക്കലും ഹറാമായിട്ടുള്ള ഒരു സംഭവമല്ല കേട്ടോ അത്. മിക്ക ആൾക്കാരുടെ വീട്ടിൽ ആ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്, മുസ്ലിംസിൻ്റെ തന്നെ വീട്ടിൽ. അപ്പോൾ ഞാനിങ്ങനെ കിളീനെ വാങ്ങാച്ചിട്ട് അതും കൂടി വീഡിയോ എടുത്തതാണ്. അപ്പോൾ കിളീനൊക്കെ അപ്പുറത്തെ സൈഡിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരെ ഇപ്പുറത്തെ സൈഡിലേക്കാട്ട് വന്നത്. ഇവിടെ എപ്പോൾ വന്നാലും ഇപ്പുറത്തെ സൈഡിൽ വല്ല പൂച്ചക്കുട്ടികളെ അല്ലെങ്കിൽ ചെറിയ പോമറേനിയം പട്ടിക്കുട്ടികളൊക്കെ ഇല്ല അതിനൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾ ഇങ്ങനെ തൊപ്പ പട്ടികളും തൊപ്പ പൂച്ചക്കുട്ടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാലോ. അപ്പോൾ അതിങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കും നോക്കി നിൽക്കൂട്ടെ ഞാൻ അവറ്റോളിനെ. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ടോ നോക്കുകയാണെങ്കിൽ ഉള്ളിൽ കയറി നോക്കി. പക്ഷേ ഇപ്രാവശ്യം പൂച്ച വന്നിട്ടുണ്ട്, പക്ഷേ പട്ടിയൊന്നും വന്നിട്ടില്ല. പിന്നെ അതാ ഞങ്ങൾക്ക് വേണ്ട കിളികളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇക്കാ പറഞ്ഞിട്ട് അതാ ചേട്ടൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരെ കൈമൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കൊത്താണ്ടിരിക്കാൻ കിളികൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. 2 എണ്ണാട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പത്തെ പ്രാവശ്യം വന്നിട്ട് കിളീനെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും കൂടി ആയി കഴിഞ്ഞ് ഇനി വാങ്ങില്ല എന്നാട്ടാ പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ കൂടെ ഇനി മുട്ടൊക്കെ ഇട്ടിട്ട് വിരിഞ്ഞ് സെറ്റായിട്ട് വരട്ടെ എന്ന് വെച്ച് ഇനി എന്തായാലും കിളിപ്പോൾ വാങ്ങില്ല കേട്ടോ. അപ്പോൾ തക്കുടൂന് ആദ്യം കിളീനെ വേണ്ടാന്നാട്ടാ പറഞ്ഞതാണ്. ക്രിസ്മസ് ട്രീ ഒക്കെ കിട്ടണോണ്ട് വേണ്ടാന്നാണ് പറഞ്ഞത്. അതാണ് ഒക്കെ പറഞ്ഞത് അവന് കൊടുക്കണ്ടെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു പാവില്ലേ കൊടുക്ക്, കിളീനെ അവന് ഇഷ്ടമല്ലേന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക്. പോണ വഴിക്ക് ഞാൻ അതൊരു കാറ് കണ്ടു കേട്ടോ. ഈ കാറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൾഫത്തെ കാറാ തോന്നണം. അതിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ട 616 അതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം പോലെ തോന്നിയിട്ടാണ്. സാധാരണ എനിക്ക് കാറുകളൊന്നും വലിയ ഇഷ്ടമില്ല. എനിക്ക് ബൈക്കുകളാട്ടോ ഇഷ്ടം, ബുള്ളറ്റ് അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഇഷ്ടം.
അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗൾഫത്തെ കാർന്ന് കൂടി പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക അത്ഭുതമാണല്ലോ. പിന്നെ ഇക്ക പോണ വഴിക്ക് ചിക്കൻ വാങ്ങണം പറഞ്ഞിട്ട് ചിക്കൻ വാങ്ങിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ ഇപ്പുറത്തെ കടയിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് സബോള, പച്ചമുളക്, അതുപോലെ തന്നെ ഉണ്ണിക്ക് പാമ്പേഴ്സ്, പാൽപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിക്കണം. അല്ലാണ്ട് ഞാൻ വെറുതെ അവിടെ നിന്നിട്ട് എന്താ കാര്യം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെയാണ് ആലോചിച്ചത് തക്കുടൂന് സ്നാക്സ് വാങ്ങിച്ചിട്ടില്ല എന്ന്. അപ്പോൾ പോണ വഴിക്ക് സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ബേക്കറിയിലും കയറിയിട്ടുണ്ട്. അവന് ഇഷ്ടപ്പെട്ട സ്നാക്സ് നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ കൊണ്ടുപോയില്ല കേട്ടോ. കൊണ്ടുപോയാലും നമുക്ക് ഇഷ്ടമുള്ളതാക്കി കൊടുത്താൽ അവൻ തിന്നില്ല, അതേപോലെ കൊണ്ടുവരും. അവൻ കഴിക്കുന്ന കുറച്ച് സ്നാക്സ് ഉണ്ട്, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ആ നേരം ഞങ്ങളിങ്ങനെ എവിടെ നിർത്തണ്ട, വീട്ടിലേക്ക് പോവാം. കാരണം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യാത്ര ചെയ്യണം. കുറേ എനിക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ അങ്ങനെയൊന്നും വല്ലാണ്ട് യാത്ര ചെയ്യില്ല. അപ്പോൾ വേഗം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം വീട്ടിലേക്ക് പോകാം കേട്ടോ. പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ് അതൊക്കെ അപ്പം കൈയോടെ തന്നെ ഫിറ്റ് ചെയ്തു. പിന്നെ എന്താ നമ്മൾ മുസ്ലിംസിന് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ ആൾക്കാർ പറയണതെന്ന് എനിക്കറിയില്ല. ഇവിടെ തക്കുടൂൻ്റെ സ്കൂൾ വണ്ടിയിലെ പിള്ളേരൊക്കെ ക്രിസ്മസ് ട്രീയും അതുപോലെ സ്റ്റാറൊക്കെ കണ്ടിട്ട് പറയും ഇവർ ക്രിസ്ത്യാനിയാ തോന്നണു എന്ന് പറയണു കേട്ടു ഞാൻ. അപ്പോൾ എന്താ ഈ പിള്ളേരുടെ മനസ്സിലായാലും വലിയ ആൾക്കാരുടെ ഒക്കെ മനസ്സിലായാലും ഇങ്ങനെ പെട്ടെന്ന് മുസ്ലിംസിനെ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളും ആഘോഷിക്കാറില്ല. പക്ഷെ നമ്മുടെ മക്കളുണ്ടായതിനു ശേഷം അവരുടെ ആഗ്രഹങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ അത് നടത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. നമ്മളതിനെ സ്റ്റാർ തൂക്കിയാൽ ക്രിസ്ത്യാനി ആവുമോ? അതെനിക്ക് അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എല്ലാവർക്കും ഉള്ളതല്ലേ ക്രിസ്മസ്, എല്ലാവർക്കും ഉള്ളതാണ് ഈ ഓണം, എല്ലാവർക്കും ഉള്ളതാണ് പെരുന്നാൾ. നമ്മൾ മലയാളികളല്ലേ, നമുക്കെല്ലാം നമുക്ക് ആഘോഷിക്കാനുള്ളതല്ലേ. തക്കുടൂൻ്റെ സ്കൂൾ വണ്ടിയിലെ പിള്ളേരാണ് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ എനിക്കത് മനസ്സിൽ നിന്ന് പോകണില്ല കേട്ടോ. അത്രയും ചെറിയ പിള്ളേരെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്താഗതിയോ ഇങ്ങനത്തെ സ്റ്റാർ തൂക്കിയ ക്രിസ്ത്യാനി ആവും എന്നൊക്കെയുള്ള ചിന്താഗതി അത് പാടില്ല കേട്ടോ. മക്കളുടെ മനസ്സിലായാലും നാളെ അവർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കേണ്ടവരല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ക്രിസ്മസ് ട്രീൻ്റെ അടിയിലൊക്കെ തക്കുടൂൻ്റെ കളിപ്പാട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.